السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, അബ്ദുല്ലാഹി, അബ്ദുർ-റഹ്മാൻ, അബ്ദുർ-റഹീം ഇങ്ങനെ തുടങ്ങിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയിലേക്ക് ചേർത്ത് പേര് വെക്കൽ വലിയ പുണ്യമുള്ള സംഗതിയാണ്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി അബ്ദു എന്ന പദം അബ്ദുൻ നബി, അബ്ദുർ റസൂൽ, അബ്ദുൽ മുസ്തഫ എന്ന് പേര് വെക്കൽ, അതിനെ സംബന്ധിച്ച് അയിമത്തു ഷാഫിഇയ്യ, ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ രണ്ട് മഹത്തുക്കളുടെ ഇടയിൽ ഉള്ള ചർച്ചകൾ അബൂബക്കർ ദിമിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇയാനത്തു ത്വാലിബീൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് പേര് വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ദേവബന്ദിയത്ത്, വഹാബിയത്ത്, ബിദ്അത്തുകാരൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പേര് വെക്കൽ ശിർക്ക് എന്നോ ഹറാമ്, ഷിർക്ക് എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ചർച്ചകൾ മുഴുവനും അങ്ങനെ പേര് വെക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതേ സ്ഥാനത്ത് ഇങ്ങനെയുള്ള പേരുകൊണ്ട് അബ്ദുൻ നബി, അബ്ദുർ റസൂൽ എന്ന പേരുകൊണ്ട് ലഖബ് അലമ്, സ്ഥാനപ്പേര് പറയുന്നതിനെ സംബന്ധിച്ച് അല്ല. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലേക്ക് ചേർത്തിട്ട് അബ്ദ് എന്ന പേര് പറയുമ്പോൾ ആ അബ്ദിൻ്റെ അർത്ഥം അൽ ആബിദ്, അടിമ എന്ന അർത്ഥം. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളിലേക്കോ മറ്റോ ചേർത്തി പറയുമ്പോൾ അബ്ദിൻ്റെ അർത്ഥം ഖാദിമിൻ്റെ മാനയാണ്. വയുറാദു ഫി ഹഖിൽ ഇബാദി മാ ലാ യുറാദു ഫി ഹഖില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഹക്കിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഒന്ന് അത് അടിമകളിലേക്ക് ചേർത്തി പറയുമ്പോൾ അടിമകളിലെ ഹക്കിൽ ചേർത്തിപ്പെടുന്ന മറ്റൊന്നാണ്. അല്ലാഹും സമീഉം ബസീറാണ്. എന്നാൽ അടിമകളെ സംബന്ധിച്ചും സമീഉം ബസീർ എന്ന് പറയുന്നത് അല്ലാഹു യഥാർത്ഥത്തിൽ സമീഉം ബസീറും, അടിമകൾ മജാസൻ നിലക്ക് സമീഉം ബസീർ. അല്ലാഹു സുബ്ഹാനഹു തആല സ്വയം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അടിമകൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ കഴിവ് കൊണ്ട് കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അല്ലാഹുവിൻ്റെ അടിമ അല്ലാഹു നൽകിയ കഴിവ് കൊണ്ടാണ് കേൾക്കുന്നതും കാണുന്നതും. അതുപോലെ അടിമ കേൾക്കുന്നത് അല്ലാഹു സൃഷ്ടിച്ച ചെവിട് കൊണ്ടാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല കേൾക്കുന്നത് അവൻ അവയവങ്ങളെ കൊണ്ടല്ല, അവൻ അവയവങ്ങളെ തൊട്ട് ശുദ്ധനാണ്. ഇങ്ങനെയുള്ള വ്യത്യാസം നാം എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സംബന്ധിച്ച് റബ്ബുൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞത് കാണാം. റബ്ബ് എന്ന പദം അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ കമാ റബ്ബയാനി സ്വഗീറ ഫർജി ഇലാ റബ്ബിക്ക് എന്നൊക്കെ അടിമകളെ സംബന്ധിച്ചും റബ്ബ് എന്ന പദം ഉപയോഗിച്ചത് കാണാം. അവിടെയെല്ലാം വയുറാദു ഫി ഹഖിൽ ഇബാദി മാ ലാ യുറാദു ഫി ഹഖില്ലാഹി തആല, ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഖിയാമത്ത് നാളിൻ്റെ അടയാളം പറഞ്ഞ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൻ തലിദൽ അമതു റബ്ബതഹ എന്ന പദം ഉപയോഗിച്ചത് കാണാം. അതുപോലെ നാം ചിന്തിക്കേണ്ടത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ,
അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെയും ജിന്നുകളെയും പടച്ചിട്ടുള്ളത് അവർക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിനിക്കാണ് നമ്മൾ ഇബാദത്തെടുക്കേണ്ടത്. അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. അതേ സ്ഥാനത്ത് അബ്ദ് എന്ന പദം പല സ്ഥലത്തും മഹാന്മാർ തന്നെ ഉപയോഗിച്ചത് കാണാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുന്നൂർ 32, സൂറത്തു സുമർ 53, ഈ 2 ആയത്തുകളും വിശദീകരണങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സൂറത്തുന്നൂർ 32 അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വ അൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. ഇവിടെ ഇബാദിക്കും വ ഇമാഇക്കും എന്ന പദം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബാദിക്കും വ ഇമാഇക്കും, നിങ്ങളുടെ അടിമകൾ, നിങ്ങളുടെ അടിമ പുരുഷന്മാർ, നിങ്ങളുടെ അടിമ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇവിടെ അബ്ദ് എന്ന പദം, അബ്ദിന്റെ ജമ്മാണല്ലോ ഇബാദ്. അബ്ദ് എന്ന പദം മജാസ് നിലക്ക് മനുഷ്യന്മാരിലേക്ക് ചേർത്തിക്കൊണ്ട് മനുഷ്യരുടെ അടിമകൾ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മിൻ ഇബാദിക്കും വ ഇമാഇക്കും എന്ന പദം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സാധാരണയിൽ അറബികൾ പറയാനുള്ള അബ്ദി ഹുറുൻ എന്നൊക്കെ ബൈത്ത് പറഞ്ഞ സാധാരണ അറബികൾ പറയുന്ന വാക്കാണ്. എൻ്റെ അടിമ ഹുറാണ്. മാത്രമല്ല സൂറത്തു സുമർ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്തു സുമർ 53-ാമത്തെ ഈ ആയത്ത് ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹിൽ ബയാനിൽ പറഞ്ഞു, വ അനീബു യാ ഇബാദി ഇലാ റബ്ബിക്കും ഇർജിഉ ഇലാ റബ്ബിക്കും ബിത്തൗബത്തി മിനൽ മആസി. ഓ അടിമകളെ, നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങണം, നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങണം, ദോഷങ്ങളെ തൊട്ട് തൗബ ചെയ്യലോടുകൂടെ എന്ന് ഇതിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വിശദീകരണം നൂറുൽ ഇർഫാനിൽ ബഹുമാനപ്പെട്ട ഹക്കീമുൽ ഉമ്മത്ത് അല്ലാമ മുഫ്തി അഹമ്മദ് യാർ ഖാൻ നഈമി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്താണ്. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ദോഷിയായ മുഅ്മിനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, യാ ഇബാദി, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബാദി എന്ന് പറയാം. അതോട് ഖുൽ യാ ഇബാദി, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മെഹബൂബായ നബിയോട് അള്ളാഹു പറയാണ്, നബിയെ നിങ്ങൾ പറയണം യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിച്ച് പറയണം. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ തഫ്സീർ പറഞ്ഞത്, വ അനീബു യാ ഇബാദി ഇലാ റബ്ബിക്കും ഐ ഇർജിഉ ഇലാ റബ്ബിക്കും ബിത്തൗബത്തി മിനൽ മആസി. എൻ്റെ അടിമകളെ, നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങണം, തൗബ കണ്ട് ദോഷങ്ങളെ തൊട്ട് തൗബ ചെയ്യണം, എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞ സ്ഥലത്ത് രേഖപ്പെടുത്തുന്നു. ഇതുകൊണ്ട് ഉദ്ദേശം മുഅ്മിനായ ദോഷിയായ മനുഷ്യനാണ്, അവിശ്വാസിയല്ല. കാരണം അവിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന് പറഞ്ഞാലും അബ്ദുർ റസൂൽ യാ ഇബാദി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിതാബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളോട് ഖിതാബിട്ട് പറയുമ്പോൾ എൻ്റെ അബ്ദ് എന്ന്, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന് പറയുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമ ഖാദിം എന്ന് ഒരു സത്യനിഷേധിയെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ ഇബാദി എന്നാണ് ഖിതാബിടുന്നതെന്ന് നൂറുൽ ഇർഫാൻ സൂറത്തു സുമർ 740-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. മാത്രമല്ല അബ്ദുൻ നബി, അബ്ദുർ റസൂൽ എന്ന സ്ഥാനപ്പേര് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഒരുപാട് ആസാറുകളിൽ നമുക്ക് കാണാൻ കഴിയും. സയ്യിദുനാ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീബക്കർ വ ഉമർ. ഏതായാലും സഈദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു,
സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ മിമ്പറിൽ കയറി ഖുത്ബ ഓതി. എന്നിട്ട് ഹംദും സനാഉം ചൊല്ലിയതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അയ്യുഹന്നാസ് ഇന്നി ഖദ് അലിംതു മിൻകും അന്നകും തുനിസൂന മിന്നി ശിദ്ദത്തൻ വഗളല വദാലിക അന്നി കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുന്തു അബ്ദുഹു വഖാദിമഹു. ഓ ജനങ്ങളെ, എനിക്കറിയാം നിങ്ങൾ എന്നിൽ ഗൗരവവും ശിദ്ദത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ ഈ ശിദ്ദത്തും ഖിലത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യക്ഷമായ ഹയാത്ത് കാലത്തും എൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് പറഞ്ഞു, ഫകുന്തു അബ്ദുഹു വഖാദിമഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ അബ്ദും ഖാദിമാണ് എന്ന പദം അബ്ദ് ഖാദിം, ആ അബ്ദിന്റെ മാന ഖാദിമാണെന്നും അതോടുകൂടെ ഒന്നും കൂടി വ്യക്തമായിട്ട് അബ്ദുഹു വഖാദിമഹു എന്ന് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദറക്ക് കിതാബുൽ ഇൽമിൽ ഫസ്ലും ഫി തൗഖീറിൽ ആലിം 434 ഹദീസ് 1-ാം വാല്യം 185 പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാമ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവിടുത്തെ ഫൈലുൽ ഖദീറിൽ രേഖപ്പെടുത്തുന്നു, 207 ഹദീസ് 1-ാം വാല്യം 169 പേജിൽ ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുർ റഊഫ് മുനാബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. വഖാലൽ അദ്റഈ മിൻ അജില്ലാഇ ശാഫിഇയ്യ വവഖഅ ഫിൽ ഫതാവ അന്ന ഇൻസാനൻ സുമ്മിയ അബ്ദുൻ നബി ഫതവഖഫതു ഫീഹി ثم ملت الى انه لا يحرم اذا قصد به التشريف بالنسبه الى النبي صلى الله عليه وسلم ويعبر بالعبد عن الخادم. അതായത് ബഹുമാനപ്പെട്ട അല്ലാമ മുനാബി റഹ്മത്തുള്ളാഹി അലൈഹി അയിമത്തു ശാഫിഇയ്യ മഹത്തായ ഷാഫി ഇമാമീങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വലിയ പണ്ഡിതനായ അദ്റഈ ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞ വാക്കുദ്ധരിക്കുന്നു. എന്നിൽ നിന്ന് ഒരു ചോദ്യം എന്നോട് ചോദിക്കപ്പെട്ടു, അബ്ദുൻ നബി എന്ന പേരുള്ളതിനെ സംബന്ധിച്ച്. അതിൻ്റെ മറുപടി ഞാൻ ഒരുപാട് ചിന്തിച്ചു. എന്നിട്ട് ഞാൻ അവസാനം എത്തിയത് ഇങ്ങനെ ഒരു പേര് വെക്കൽ ഹറാമാവുകയില്ല എന്ന് മാത്രമല്ല, പേര് വെക്കുന്ന ആളുടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നിസ്ബത്താണോ, എന്നാൽ പ്രത്യേകിച്ചും അത് ജായിസ് തന്നെയാണ് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഖാദിമിനെ സംബന്ധിച്ച് അബ്ദ് എന്ന് പറയാറുണ്ട് എന്നും അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാമ ദമീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത്തുസമ്മാ ബി അബ്ദിൻ നബിയി, അബ്ദുൻ നബി എന്ന് പേര് വെക്കൽ, അത് അബ്ദുൻ നബി എന്ന് പേര് വെക്കുന്നത് അത് ജായിസാണെന്നും മാത്രമല്ല അവിടെ ഉദ്ദേശം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്ബത്താണെങ്കിൽ അത് ജായിസാണെന്നും വിശദമായിട്ട് ഫൈലുൽ ഖദീർ ശർഹ് ജാമി സ്വഗീർ 1-ാം വാല്യം 169 പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട അല്ലാമ ആബിദ് സിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അബ്ദുൻ നബി അബ്ദുർ റസൂൽ എന്ന പേരിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പേര് വെച്ചിട്ട് ആ നിസ്ബ ഉദ്ദേശിച്ചുകൊണ്ട് വലിയ ബർക്കത്ത് കരസ്ഥമാകാൻ കഴിയുമെന്നും, എന്നിട്ട് മഹാനവറുകൾ അതിനെ സംബന്ധിച്ച് ഒരു കിതാബ് തന്നെ അസ്സാരിമുൽ മസ്ലൂൽ അലാമൻ അൻകറ തസ്മിയത ബി അബ്ദുൻ നബി വ അബ്ദുർ റസൂൽ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം മഹാനവറുകൾ എഴുതുകയും അതിൽ വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്ലുസുന്ന അഹ്മദുല്ലാഹ് ഖാൻ ബറേലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധികാരത്തിൽ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു മിൽക്കിയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാലിക് ഹി കഹൂംഗ ഐ മാലിക് ഹബീബ് മെഹബൂബ് മുഹിബ് നഹി മേറാ തേറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അധികാരം നൽകിയിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിൽക്കിലാണ് നമ്മൾ എന്നൊക്കെ അബ്ദുൻ നബി, അബ്ദുർ റസൂൽ, അബ്ദുൽ മുസ്തഫ എന്നെല്ലാം നമ്മൾ പറയുന്നത് സ്ഥാനപ്പേര് അത് വലിയ വിജയമാണ്. മാത്രമല്ല അത് വലിയൊരു ഇസ്ലാമിന്റെയും കുഫറിന്റെയും വ്യത്യാസമാണ്. അബ്ദിയത്തിൽ വ്യത്യാസം. അള്ളാഹുവിന്റെ അബ്ദ് എന്നതിലും അടിമകളിലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് ഖാദിം എന്ന അർത്ഥവും വിശദമായിട്ട് അൽ അതായ നബവിയ ഫിൽ ഫതാവ റൽവിയ 15-ാം വാല്യം 266 പേജിലും അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരുപാട് മഹത്തുക്കളുടെ പേര് അബ്ദുൻ നബി, അബ്ദുർ റസൂൽ തുടങ്ങിയ പേരുകൾ ഉണ്ടായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട
ഇമാം അല്ലാമ അബ്ദുൽ നബിയിൽ മഗ്രിബിൽ മാലിക്കി മുഫ്തി സാദത്തിൽ മാലിക്കിയ ബി ദിമഷ്ക് 923 ഹിജ്റയിൽ വഫാത്തായ, അതുപോലെ അൽ ഇമാമുൽ ഫഖീഹ് അൽ അല്ലാമ അബ്ദുൽ നബി ഇബ്നു അഹ്മദ് ബിൻ അബ്ദുൽ ഖുദൂസ് ഹനഫി നുഅമാനി 990 ഹിജ്റയിൽ വഫാത്തായ, അഷൈഖ് അബ്ദുൽ നബി ഇബ്നു മുഹമ്മദ് ബിൻ അബ്ദുൽ ഖാദിർ ജമാഅത്തുൽ മഖ്ദിസ് ഷാഫി 990 ഹിജ്റയിൽ വഫാത്തായ, അഷൈഖ് അബ്ദുൽ നബി ഇബ്നു അബ്ദുൽ റസൂൽ അഹ്മദ് നഗരി 1183 ഉണ്ടായിരുന്ന, അതുപോലെ ഷെയ്ഖുൽ ഫഖീഹ് അബ്ദുൽ നബി അൽ ഖലീൽ ഹനഫി, ഷെയ്ഖുൽ അല്ലാമ ഹസ്കഫി തങ്ങളുടെ ഷെയ്ഖാണ്. അതുപോലെ ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങളും ഒരുപാട് ശുറാക്കളും അവർ നഫ്സുകളെ അടിമകളുടെ സ്ഥാനത്തിറക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിൽക്കിലേക്ക് ഇറക്കി പറഞ്ഞ എത്രയോ മഹാന്മാരുണ്ട്. അല്ലദീന അൻസലു അൻഫുസഹും മൻസിലത്തൽ റിഖാഇ അൽ മമാലികി ലി ജനാബിഹി ഷരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും പരിശുദ്ധ ഖുർആനിലും പരിശുദ്ധ ഹദീസിലും ഇമാമീങ്ങളുടെ വാക്കുകളിലും അബ്ദുൽ നബി അബ്ദുർ റസൂൽ എന്ന സ്ഥാനപ്പേരിനെ സംബന്ധിച്ച് ഒരുപാട് കാണാം. അതൊരിക്കലും ശിർക്കാകുകയില്ല. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചേർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് വെളിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള പേര് വെക്കുന്നത് അത് ഒരുപാട് ഫുയൂദ് ബർക്കാത്ത് കരസ്ഥമാക്കാനുള്ള ഒരു സംഗതിയാണെന്നും, അതോടുകൂടെ അതിൻ്റെ എല്ലാം ഉദ്ദേശം അബ്ദുർ റസൂൽ എന്ന് പറഞ്ഞാൽ ഗുലാമുർ റസൂൽ, അബ്ദുൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ ഗുലാം മുസ്തഫ, അബ്ദുൽ മുഹമ്മദ്, ഗുലാം മുഹമ്മദ്, ഗുലാം അലി, ഗുലാം ഹുസൈൻ, ഹാദിം ഹുസൈൻ, ഗുലാം ഗൗസ്, ഇങ്ങനെയുള്ള പേരുകൾ അതിന്റെ മാന തന്നെയാണ്. വിശദമായിട്ട് അസാരിമുൽ മസ്ലൂൽ അലാമൻ അൻകറ തസ്മിയത അബ്ദുൽ നബി അബ്ദുർ റസൂൽ, അതുപോലെ അന്നൂർ വൽ ദിയാ ഫി അഹ്കാം ബഅദുൽ അസ്മാ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് വിശദമായി കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ സ്നേഹം നമുക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതിലേക്ക് ചേർത്തിക്കൊണ്ട് തന്നെയാണ് ആലാ ഹസ്രത്ത് ഇമാം മുഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണ ചൊല്ലാറുള്ള അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിലേക്ക് മശായിഖ് റൽവിയുടെ ഒരുപാട് മഹാന്മാർ ചേർത്തി പറയാറുണ്ട് നഹ്നു ഇബാദു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് തന്നെയാണ് അശറഖ ബൈത്തിൽ അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ തുടങ്ങിയ ബൈത്തുകളുമുള്ളത്. അതുപോലെ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സാബിഖാത്തുൽ ജിഹാദിന്റെ തുടക്കത്തിൽ അംബിയാക്കൾ, അതുപോലെ സയ്യിദുൽ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ അബ്ദ് എന്ന പദം ഉപയോഗിച്ചതും, അതുപോലെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അന അബ്ദുഹു വ ഖാദിമുഹു എന്ന് പറഞ്ഞത് ഇമാമുൽ ഹുദ അബുൽ ഇസ്ഹാഖ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ ഗാഫിലീൻ മുതലാവിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ വസിയത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും ഖൈർ, ലുത്ഫ്, ആഫിയത്ത്, സലാമത്ത്, ഇസ്തിഖാമത്ത്, സആദത്തു ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദാറുൽ ഇഫ്താൽ അസ്ഹറിയുടെ എല്ലാ ഖാദിമീങ്ങൾക്കും അല്ലാഹു തആല ഇസ്തിഖാമത്ത്, ഖൈർ, ലുത്ഫ്, ആഫിയത്ത് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.